പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും കളിക്കാൻ പോവാണ് കാർ ഫോർ സെയിൽ. ഇത് പിന്നെ കാർ ഫോർ സെയിലിൻ്റെ ലാസ്റ്റ് ഗെയിം പ്ലേ ഉണ്ടാ. വേറൊന്നുമല്ല, ഈ ഗെയിം ഇപ്പോൾ അധികം ആൾക്കാർ കളിക്കണമെന്നില്ല. ബാക്കി യൂട്യൂബേഴ്സൊന്നും ഇതിൻ്റെ ഗെയിം പ്ലേ വീഡിയോ ഇടണില്ല. എനിക്ക് തോന്നുന്നത് ഈ ഗെയിമിൻ്റെ ട്രെൻഡൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുന്ന. ഈ ഗെയിം ഇപ്പോൾ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു കൊല്ലമാറി. കഴിഞ്ഞ കൊല്ലം ജൂലൈയിലൊക്കെ ആയിട്ട് റിലീസായി. അന്ന് ആ ടൈമിൽ ഈ ഗെയിം ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഇപ്പോൾ അത് അധികം ആൾക്കാർ കളിക്കണില്ല. ഈ ഗെയിമിൽ പിന്നെ ഇടയിൽ അപ്ഡേറ്റ് ഒന്നും തോന്നുന്നുണ്ട് കേട്ടാ. ഇതിൻ്റെ ഹോം സ്ക്രീനൊക്കെ ഫുള്ള് മാറിയുണ്ട്. ഞാൻ എന്തെങ്കിലും ആവട്ടെ, ഇവിടെ ഇപ്പോൾ ഗെയിമൊക്കെ ലോഡായിക്കാണ്. ഇവിടെ ക്ലൈമറ്റൊക്കെ ആകെ മാറിയേക്കാണ് കേട്ടാ. ഈ ക്ലൈമറ്റ് അത്ര ശരിയല്ല. ഇത് പിന്നെ എന്താണോ ഈ ഗെയിം നന്നായിട്ട് ലാഗ് അടിക്കുന്നുണ്ട്. എൻ്റെ പി സിയുടെ കുഴപ്പമൊന്നുമില്ല കേട്ടാ. എൻ്റെ പി സി അത്യാവശ്യം നല്ലൊരു ഹൈ എൻഡ് പി സിയാണ്. ഗെയിമൊക്കെ സുഖമായിട്ട് കളിക്കണതാ. ഇത് ഈ ഗെയിമിൻ്റെ എന്തോ ബഗ്ഗാ, നന്നായിട്ട് ലാഗ് അടിക്കുന്നുണ്ട്. ഇവിടെ പിന്നെ നമുക്ക് ബില്ലൊക്കെ അടയ്ക്കണം കേട്ടാ. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ടാബ്ലറ്റ് എടുക്കാം. ഇതൊന്നും എടുക്കാൻ പറ്റാത്ത ഭയങ്കര ലാഗ് ഉണ്ട് ഗെയിം പ്ലേ. ഓക്കെ, വെബ് പേജ് എടുക്കാം. ബില്ല് എത്രയാ? ആ, അധികമൊന്നുമില്ല, 80 അതിങ്ങ് അടച്ചേക്കാം. നമ്മുടെ ഷോറൂമിൽ കാറുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടാ. 2 മാസമായി കളിച്ചിട്ട്. നമുക്കൊന്ന് ഷോറൂമിലേക്ക് പോയി നോക്കാം. ഓ, ഇവിടെ ഷോറൂമിൽ കാറൊന്നുമില്ല കേട്ടാ. നമ്മുടെ പണിക്കാരൻ ഇപ്പോഴും അവിടെ ഉണ്ട് കേട്ടാ. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. ഞാൻ വിചാരിച്ചു അയാൾ പണി നിർത്തി പോയിണ്ടാവുമെന്ന്. ഇവിടെ പിന്നെ എൻ്റെ GTR ഉണ്ട്. എൻ്റെ GTR ചെറുതായിട്ട് ഡാമേജ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നണത് ആരോ വന്ന് എൻ്റെ വണ്ടിമ്മ താങ്ങിണ്ടാവുമെന്ന്. കാരണം 2 മാസമായിട്ട് എൻ്റെ വണ്ടി ഇവിടെ തന്നെ കിടക്കണ്ടായിരുന്നു. ആരോ വന്ന് എൻ്റെ വണ്ടി മേടിച്ചു. നമുക്ക് ആ വണ്ടി റിപ്പയർ ചെയ്യാം. ഓ, ഇയാൾ നമ്മുടെ വണ്ടി കഴുകുന്നുണ്ട് കേട്ടാ. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ GTR ഒന്ന് റിപ്പയർ ചെയ്യാം. നമ്മുടെ കയ്യിൽ പിന്നെ ഇഷ്ടം പോലെ കാശുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ ഓൾറെഡി 2 വണ്ടികൾ വന്നുണ്ട്. അടുത്തോട് പോടാ, എനിക്ക് GTR ഒന്ന് റിപ്പയർ ചെയ്യണം. ഇവരെന്താ എടുത്തുകൊണ്ട് പോകത്തെ? ഓക്കെ, ഒരുത്തന്നെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. നമുക്ക് ഈ GTR ഇവിടെ പാർക്ക് ചെയ്യാം. GTR ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ബില്ല് വരും. ഇതെന്തത് വണ്ടി പിന്നാക്കം പോണ്? ഈ വണ്ടിക്ക് ഹാൻഡ് ബ്രേക്ക് ഇല്ലേ? ഓക്കെ, ഇവിടെ ഞാൻ വണ്ടി റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. കുറച്ച് അധികം പൈസ ചിലവായി, എന്നാലും കുഴപ്പമൊന്നുമില്ല. പൈസ ഒന്നും ഞാൻ നോക്കണില്ല, അതവിടെ റിപ്പയർ ആയിക്കോളും. നമുക്ക് അതൊരിക്കും ജങ്കിയാടിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ആ പൊട്ടനെ പറ്റിച്ചിട്ട് അധികം നാളായി. ഓക്കെ, അയാളത് ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്താ ബ്രോ, സുഖമല്ലേ? ഇവിടെ സ്ക്രാപ്പൊന്നും കാണാനില്ലല്ലോ. ഓ, ഇവിടെ സ്ക്രാപ്പൊന്നും ഇല്ല കേട്ടോ. ഇന്ന് ഈ പൊട്ടനെ പറ്റിക്കാൻ പറ്റിയില്ലേ. ഷേ, നമ്മുടെ വണ്ടി ഇപ്പോൾ ഏതായാലും റിപ്പയർ ആയി. നമുക്ക് പോയിട്ട് ആ വണ്ടി ഇങ്ങ് എടുക്കാം. നമുക്ക് ഈ വണ്ടിയുടെ കളറൊന്നും മാറ്റാം കേട്ടോ. ഇത് കുറച്ച് ദിവസമായിട്ട് ഓറഞ്ച് കളറിലായിരുന്നു. നമുക്ക് വേറെ ഏതെങ്കിലും ഒരു കളർ അടിക്കാം. ഏത് കളർ അടിക്കുക? ആ, നമുക്കൊന്ന് നോക്കി നോക്കാം. ഇവിടെ ഇഷ്ടം പോലെ കളറുണ്ട്. ഏത് കളർ അടിക്കുക? പച്ച അടിച്ചാലോ? പച്ച ഒരു വെറൈറ്റി കളറാ. നമുക്കിപ്പോൾ പച്ച തന്നെ സെലക്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ പച്ച പെയിൻറ്റ് അടിച്ചേക്കാണ്. ആ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, വണ്ടി നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു മിനിറ്റ്, ഇവിടെ വേറൊരു വണ്ടി വന്നു. എടാ, എടുത്തോണ്ട് പോടാ. ഇവിടെ GTR വന്നേക്കണ്. GTRൻ്റെ മുമ്പിൽ അവൻ്റെ പേട്ട വണ്ടി. ഓക്കെ, അയാളെങ്ങനെ എടുത്ത് പോയേക്കാണ്. നമുക്ക് വണ്ടി അവിടെ പാർക്ക് ചെയ്യാം. നമുക്ക് വണ്ടിയുടെ ടയർ മാറ്റണം. ആ, ടയറും കൂടി മാറ്റാം. ഇവിടെ ഞാൻ അലോയ്സൊക്കെ മാറ്റിയിട്ടാ. അലോയ്സിന് ഞാൻ ബ്ലാക്ക് കളർ കൊടുത്തു. ബ്ലാക്ക് കളർ കുഴപ്പമൊന്നുമില്ല, ഗ്രീൻ കളറിൽ മാച്ച് ആവുന്നുണ്ട്. നമുക്ക് പിന്നെ വണ്ടിയിൽ സ്പോയിലർ വെക്കാനും പറ്റും കേട്ടോ. നമ്മുടെ വണ്ടിയിൽ ഇതൊരിക്കും സ്പോയിലർ വെച്ചിട്ടില്ല. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ വണ്ടിയിൽ സ്പോയിലറും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വണ്ടിക്ക് കുറച്ചുകൂടി ലുക്കായിട്ടുണ്ട്. നമ്മുടെ സ്വന്തം വണ്ടി ഏതായാലും മോഡിഫൈ ചെയ്തു. നമുക്കിനി ഷോറൂമിലേക്ക് ബാക്കി വണ്ടികളും കൊണ്ടുവരണം. ഷോറൂമിൽ വണ്ടി കൊണ്ടുവന്ന് വിറ്റാലാ നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. നമുക്കിപ്പോൾ കാർ മാർക്കറ്റിലേക്ക് പോയാലോ? ഓ, കാർ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ അല്ല. കാർ മാർക്കറ്റ് ഓപ്ഷന് ഇന്ന് ഓപ്പൺ അല്ല. നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം, നേരെ അങ്ങോട്ടേക്ക് പോവാം, ആ നൈബർഹുഡിലേക്ക്. അവിടെ നിന്ന് നല്ല വണ്ടികളൊന്നും കിട്ടില്ല. ബൈ ചാൻസ് ഏതെങ്കിലും ഒരു നല്ല വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ അത് മേടിക്കാം. ഓക്കെ, ഇവിടെ ഞാൻ നൈബർഹുഡിലേക്ക് എത്തേക്കാണ്. ഇവിടെ എനിക്ക് വണ്ടിയൊന്നും കാണാനില്ല ചേട്ടാ.
അയ്യോ ഇവിടെ വണ്ടികളൊന്നും ഇല്ലേ? ഒരു മിനിറ്റ്, അവിടെ ഒരു വണ്ടി ഉണ്ട്. അത് പക്ഷെ ഔഡിയുടെ സൈഡാനാ. അതിപ്പോൾ വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് സൂപ്പർ കാർ വേണം. GTR, സൂപ്ര, പോർഷെ, ഫെറാറി, ലംബോർഗിനി അങ്ങനത്തെ ഏതെങ്കിലും കാർ വേണം. എന്നാലേ പ്രോഫിറ്റ് എന്തെങ്കിലും കിട്ടുള്ളൂ. ഇതുകൊണ്ടൊന്നും വലിയ പ്രോഫിറ്റ് ഒന്നും കിട്ടില്ല. ഓക്കെ, ഇവിടെ ഇപ്പോൾ നല്ല വണ്ടിയൊന്നും ഇല്ല കേട്ടോ. ഒക്കെ പേട്ട വണ്ടികളാണ്. ഈ ഭാഗത്ത് പിന്നെ എവിടെയോ എൻ്റെ വീടുണ്ട്. എനിക്കിവിടെ സ്വന്തമായിട്ട് വീടുണ്ട്. ഏതാ വീടെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. നെയ്ബർഹുഡിൽ ഇപ്പോൾ ഏതായാലും വണ്ടികളൊന്നും ഇല്ല. നമുക്ക് ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം, കിടന്നുറങ്ങാം. ഇവിടെ ഇപ്പോൾ 12 മണി കഴിയും ചെയ്തു. 12 മണി കഴിഞ്ഞ് നമുക്ക് ഈ ഗെയിമിൽ കിടന്നുറങ്ങാൻ പറ്റും. ഉറങ്ങി എണീക്കുമ്പോൾ കാർ മാർക്കറ്റ് ഓപ്പൺ ആയാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ കാർ മാർക്കറ്റിൽ നിന്ന് നല്ല വണ്ടികൾ മേടിക്കാം. ഓക്കെ, എൻ്റെ GTR ഇപ്പോൾ ഏതായാലും ഇവിടെ പാർക്ക് ചെയ്തേക്കാണ്. നമുക്ക് തൽക്കാലം ഇവിടെ കിടന്നുറങ്ങാം. ലെറ്റ്സ് ഗോ. ഇവനെന്താ കിടന്നുറങ്ങാത്ത? ഓ, ഈ ഗെയിം ലാഗ് അടിക്കുന്നുണ്ട്. ഇന്ന് പിന്നെ പ്രോഫിറ്റ് ഒന്നും കിട്ടിയില്ല ഏട്ടാ. ഫുള്ള് ലോസാ. കാരണം നമ്മൾ GTR റിപ്പയർ ചെയ്തു, മോഡിഫൈ ചെയ്തു, പെയിൻറ്റ് മാറ്റി, അതൊക്കെ ചെയ്തില്ലേ. അത് മാത്രമല്ല, നമ്മൾ ബില്ലടയ്ക്കും ചെയ്തു. ഇവിടെ ഇപ്പോൾ ഏതായാലും നേരം വെളുത്തേക്കാണ്. നമുക്ക് കാർ മാർക്കറ്റിലേക്ക് പോവാം. ഇന്നിവിടെ കാർ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് നല്ല വണ്ടി കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷെ എൻ്റെ പൊന്നി, ഈ നിലയ്ക്ക് ലാഗ് അടിക്കുന്നു. ഓക്കെ, ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. കാർ മാർക്കറ്റിൽ നല്ല വണ്ടി ഉണ്ട്. ഓ, ഇവിടെ നിറച്ച് പേട്ട വണ്ടികളാണല്ലോ. ഒരു മിനിറ്റ്, മുമ്പിൽ ഒരു പോർഷെ ഉണ്ട്. ഒരെണ്ണമല്ല, 2 ഉണ്ട്. പക്ഷെ എൻ്റെ പൊന്നെ, എൻ്റെ ഗെയിം ഈ നിലയ്ക്ക് ലാഗ് അടിക്കുക. എനിക്കിത് മര്യാദയ്ക്ക് കൺട്രോൾ ചെയ്യാനും പറ്റണില്ല. ഒരു മിനിറ്റ്, ഇയാൾ എത്ര പ്രൈസ് പറയണേ? 1,56,000. ഓക്കെ, നമുക്കൊന്ന് ബാർഗൻ ചെയ്യാം. 1,30,000. ഞാൻ അത് മാത്രമേ ചോദിക്കണുള്ളൂ. ഇത് പിന്നെ ലാസ്റ്റ് ഗെയിം പ്ലേ അല്ല, അതുകൊണ്ട് പൈസ ഇത്രയും കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ആ കാറ് ഞാൻ അങ്ങനെ മേടിച്ചേക്കാണ്. ഇനി നമുക്ക് ടോച്ച് ചെയ്യാം. നേരെ ഷോറൂമിലേക്ക് കൊണ്ടുപോവാം. ഇതെന്തത് ടോച്ച് ചെയ്യാനും പറ്റണില്ലല്ലോ. ഇവിടെയും ഒരു പോർഷെ ഉണ്ട് കേട്ടാ. ഇതിന് എത്ര റേറ്റ് എന്ന് ചോദിച്ചു നോക്കാം. ഇതിന് 1,63,000 ഉണ്ട്. അത് നമുക്ക് 1,30,000 ചോദിച്ചു നോക്കാം. ഇയാൾ സമ്മതിച്ചാൽ മതിയായിരുന്നു. ഓ, ഇയാൾ സമ്മതിക്കണില്ലല്ലോ. എന്നാൽ ശരി, 1,40,000. ആ വണ്ടി ഇങ്ങ് തന്നേക്ക്. ഓക്കെ, ഇയാളങ്ങനെ വണ്ടി തന്നേക്കാണ് കേട്ടോ. നമുക്കിത് ടോച്ച് ചെയ്തിടാം. ഓക്കെ, ഒരെണ്ണം ടോച്ച് ചെയ്തു. ഇതും കൂടി അങ്ങ് ടോച്ച് ചെയ്യാം. ഓക്കെ, 2 വണ്ടികൾ ഞാൻ ടോച്ച് ചെയ്തു. ഇവിടെ പിന്നെ വേറെ നല്ല വണ്ടികളൊന്നും ഇല്ല. ഒരു മിനിറ്റ്, ഇത് എന്തുട്ടത്? ടെസ്ല ഏതൊരു ജങ്കിയാടിൽ നിന്ന് കൊണ്ടുവന്ന പോലെ ഉണ്ട്. നിറച്ച് ചളിയും ഡാമേജും. ഇതൊക്കെ ആര് മേടിക്കാനാ? ചേച്ചി, ആ വണ്ടി എടുത്തൊന്ന് പൊക്കോ, അതായിരിക്കും നല്ലത്. ഈ കണ്ടീഷനിൽ കണ്ടു കഴിഞ്ഞാൽ ഒരാൾ പോലും വണ്ടി മേടിക്കില്ലേ. നമുക്കിപ്പോൾ ഏതായാലും ഷോറൂമിലേക്ക് തിരിച്ചു പോവാം. 2 വണ്ടികൾ ടോച്ച് ചെയ്തില്ലേ, അത് ഷോറൂമിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് പ്രൈസും കൂടി സെറ്റ് ചെയ്യണം. എന്നാലും ആൾക്കാർ വന്ന് വണ്ടി മേടിക്കുള്ളൂ. ഓക്കെ, വണ്ടികൾ ഞാൻ ഷോറൂമിൻ്റെ അകത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എംപ്ലോയി വന്നിട്ട് വണ്ടികളൊക്കെ കഴുകിയിട്ടാ എന്തെങ്കിലും ആവട്ടെ. ഇതിന് പിന്നെ പ്രൈസും കൂടി ഞാൻ സെറ്റ് ചെയ്തു. ഇനി ആൾക്കാർ വന്നിട്ട് ഈ വണ്ടികൾ മേടിച്ചാൽ മതിയായിരുന്നു. ഷോറൂം ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. കസ്റ്റമേഴ്സ് എന്താണോ വരാത്തത്. ഇന്നത്തെ വീഡിയോയിൽ പിന്നെ ഈ 2 വണ്ടികൾ മാത്രമേ വിൽക്കണുള്ളൂ. വേറെ നല്ല വണ്ടികളൊന്നും ഇല്ല. ഇവിടെ ഒരു കസ്റ്റമർ വന്നേക്കാണ്. ഈ ചേട്ടൻ എത്ര പറയണേ? ഓ, ഈ ചേട്ടൻ ആ പ്രൈസിന് മേടിച്ചോളാം എന്നാ പറയണേ. എന്നാൽ ശരി, കുഴപ്പമില്ല. ഞാൻ 1,50,000 ഇട്ടുണ്ടായിരുന്നു. ആ പ്രൈസിൽ തന്നെ ആൾ മേടിച്ചു. ഇനി ഒരു വണ്ടി കൂടി ബാക്കിയുണ്ട്. ഇവിടെ വീണ്ടും കസ്റ്റമർ വന്നേക്കാണ്. ഈ ചേട്ടനും ആ പ്രൈസിൽ മേടിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ വണ്ടിയും വിറ്റ് പോയേക്കാം. നമുക്കിപ്പോൾ ഈ ഷോറൂം അങ്ങ് അടച്ചിടാം. ഇനി ഷോറൂം ഓപ്പൺ ആക്കാൻ പോണില്ല. ഇത് എന്നേക്കായിട്ട് ഞാൻ ക്ലോസ് ചെയ്തേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്താണ് ബെല്ലൈക്കൺ കൂടിയും എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.